വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെ ദേശീയ മാധ്യമമായ NDTV ഒരു സർവേ നടത്തി. ആ സർവേയുടെ പേര് വളരെ രസകരമാണ്. വോട്ട് വൈബ് ഇന്ത്യ സർവേ എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. ആ സർവേയിൽ ലഭിച്ച സൂചനകൾ അതീവ കൗതുകകരവും അങ്ങേയറ്റം ജിജ്ഞാസ ഉണർത്തുന്നതുമാണ്. ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. ഈ സർക്കാരിൻ്റെ പ്രവർത്തനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറയുന്നവരുടെ എണ്ണം ഏതാണ്ട് 50% മുകളിലേക്കാണ്. 32% ആൾക്കാർ ഇത് മോശമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് ഒരു 20%-നടുത്ത് ആൾക്കാർ ഇത് വളരെ മോശമാണ് എന്ന് വിലയിരുത്തുന്നു. എന്നാൽ 40% പേർ ഭരണത്തിൽ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഈ സർവേയിൽ കാണുന്ന രസകരമായ കാര്യമാണ്. എന്തായാലും വിവിധ തലങ്ങളിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വോട്ടർമാരിൽ നിന്നുമാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് എന്ന് NDTV പറയുന്നു. എന്തായാലും സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്ക് ഉറപ്പിക്കാം. മാത്രമല്ല, ഈ സർവേയിൽ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം, BJP ഒരു അനിഷേധ്യ മൂന്നാം കക്ഷിയായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ LDF-ഉം UDF-ഉം അല്ലാതെ BJPക്കും ഒരു ഇടമുണ്ട് എന്ന് ഈ സർവേ തെളിയിക്കുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അതും കൂടി പറയാം, അതിൻ്റെ കണക്കുകൾ കൂടി പറയാം. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 50%-ലധികം വരുന്ന ആൾക്കാർ ഭരണ വിരുദ്ധ വികാരത്തിന് അനുകൂലമായി നിലപാടെടുത്തിരിക്കുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. നെറ്റ് സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് നെഗറ്റീവായത് തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയാണ്, പ്രതിസന്ധിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. ഇടതുമുന്നണി ഈ തിരിച്ചടിയെ എങ്ങനെ അതിജീവിക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. 40% പേർ ഇതിന് അനുകൂലമായി നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 15%-ഓളം ആൾക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് വരും ദിവസങ്ങളിലെ ആ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തായാലും ആ 15%-ൻ്റെ വോട്ട് ഈ പറയുന്നത് പോലെ ഒരു ഫ്ലോട്ടിംഗ് വോട്ടാണ്. അത് മാറി മറിയുന്ന വോട്ടാണ്. ഏത് മുന്നണിക്ക് വേണമെങ്കിലും അത് ലഭിക്കാം. LDF-നോ UDF-നോ BJPക്കോ ആർക്ക് വേണമെങ്കിലും ആ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ്. അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 22%-ലധികം പേർ കാണുന്നത് അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പേരാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് 22%-ലധികം ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. VD സതീശന് തൊട്ടു പിന്നിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്ഥാനം നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് 18% പേരുടെ പിന്തുണയുണ്ട്. 2ാം സ്ഥാനത്ത് ശ്രീ പിണറായി വിജയൻ എത്തി നിൽക്കുന്നു. 3ാം സ്ഥാനത്ത് ഇടതുപക്ഷത്ത് തന്നെയുള്ള KK ശൈലജയാണ്. അവർക്ക് 16.9% പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് എന്നതും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. എന്നാൽ അടുത്ത 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 14% പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ്, 14.7% പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത്. ഇതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 മുന്നണികളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ വോട്ട് വിഹിതത്തെക്കുറിച്ചും വളരെ ശ്രദ്ധേയമായ വിവരങ്ങളാണ് സർവേയിൽ നിന്ന് ലഭിക്കുന്നത്. UDF-ന് ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 3.5 മുതൽ 4% വരെ വോട്ട് വർദ്ധിക്കും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 32%-ന് മുകളിലേക്ക് UDF-നെ പിന്തുണയ്ക്കുന്നവർ ഈ സർവേയിൽ ഉണ്ട്. അതുപോലെ തന്നെ LDF-ന് ലഭിച്ചിരിക്കുന്നതാകട്ടെ 29% പേരുടെ പിന്തുണയാണ്. ഇത്
വലിയ ഒരു സെറ്റ് ബാക്കായിട്ട് ഇടതു മുന്നണിക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബി ജെ പിക്കാകട്ടെ 15%-ലധികം, ഏതാണ്ട് 19% പേരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ സർവേയിൽ പങ്കെടുത്ത 19% പേർ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു, ബി ജെ പിയുടെ ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ഈ കേരളത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി വലിയ വെല്ലുവിളി ഉയർത്തിയ കാലത്ത് 2016-ലും 2021-ലും പോലും ഈ മുന്നണികൾക്ക് 40%-ന് മുകളിലേക്ക് വോട്ട് പോയിട്ടുണ്ട്. ഇടതു മുന്നണിക്ക് അല്ലെങ്കിൽ 40%-ന് തൊട്ട് മുകളിലോ തൊട്ട് താഴെയോ ആണ് അവരുടെ വോട്ട് വിഹിതം. അത് ഇടതു മുന്നണിക്കും യു ഡി എഫിനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 40%-ന് മുകളിലേക്ക് പോയപ്പോൾ യു ഡി എഫിന് വലിയ രീതിയിൽ കുറവ് സംഭവിച്ചിരുന്നു. ഇപ്പോൾ അതിന് മാറ്റമുണ്ടായി. യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുന്നു, എൽ ഡി എഫ് വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. 40%-ന് മുകളിൽ നിന്നിരുന്ന എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം ഇപ്പോൾ 29%-ആയിട്ടാണ് ഈ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയം അത് ഒരു മൂക്കും കുത്തിയുള്ള വീഴ്ചയായിരിക്കും എന്ന ഒരു സൂചന കൂടി ഈ സർവേ നൽകുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ബി ജെ പി ഏതാണ്ട് 20%-നടുത്ത് വോട്ട് നേടുന്നു എന്നുള്ളതാണ്. 19% വോട്ട് ഈ സർവേയിൽ പങ്കെടുത്ത ആൾക്കാർ 19% പേർ ബി ജെ പിയെ പിന്തുണച്ചപ്പോൾ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് കേരളത്തിൽ ഏതാണ്ട് 10 MLA സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്തിയ സർവേയാണ്, ഏതെങ്കിലും ഒരു ജില്ലയിൽ നടത്തിയ സർവേ അല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രമാണ് ഈ സർവേയിൽ നിന്ന് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ എങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പൊതു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു പൊതു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കരുതാം. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി 20%-നടുത്തേക്ക് വോട്ട് ഉയർത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് 10 MLA-മാരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഈ കേരളത്തിൽ രണ്ട് മുന്നണിക്കും വോട്ട് കുറയുന്നു. ഒരാൾ 32% നേടി ഒന്നാം സ്ഥാനത്ത് വരുമ്പോൾ മറ്റൊരാൾ വലിയ കുറവ് വരുത്തിക്കൊണ്ട് 29%-ലേക്ക് ചുരുങ്ങുകയാണ്. അവിടെ ഈ ബി ജെ പിയുടെ വളർച്ച, ഈ രണ്ടുപേരുടെയും വോട്ട് വിഹിതം പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി വളരുന്നത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് ഒരു വെറും സാമ്പിൾ സർവേ ആണ് എന്ന് കരുതി തള്ളിക്കളയണ്ട. ഈ സർവേക്കെല്ലാം അതിൻ്റേതായ ചില പ്രാധാന്യമുണ്ട്, ചില സൂചനകൾ ആ സർവേ നൽകുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ബി ജെ പി നേതാക്കൾ ആരും 19% വോട്ടിലേക്ക് ബി ജെ പി എത്തുമെന്ന ഈ സർവേയെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അവർ തങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. എൽ ഡി എഫ് ആകട്ടെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സർവേകളെല്ലാം അവർക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ അവർ സർവേകളെ കണക്കിലെടുക്കുന്നില്ല. മറ്റൊരു കാര്യം, യു ഡി എഫ് ആകട്ടെ ഈ പറഞ്ഞതുപോലെ യു ഡി എഫിനുള്ളിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം ഇങ്ങനെ അലയടിച്ച് ഉയരുകയാണ്. അവിടെയാണ് യു ഡി എഫിന് വലിയ പ്രതിസന്ധി നേരിടുന്നത്. യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടല്ല എന്ന ഒരു പ്രതീതി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അത് ചർച്ചയാകുന്നുമുണ്ട്. ഈ പറഞ്ഞതുപോലെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വി എം സുധീരനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ച് കാത്തിരിക്കുകയാണ്. ഇവർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ കൊള്ളാം എന്നുണ്ട്. അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ജനം സമ്മതിക്കണ്ടേ? ഈ പറഞ്ഞതുപോലെ അർഹതയില്ലാത്ത ഒരാളെ ഉയർത്തി കാണിച്ചാൽ ജനം സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി ഡി സതീശൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരാൾ
ഡോക്ടർ ശശി തരൂരാണ്. ശശി തരൂരിനെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് നല്ല പിന്തുണയും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനും പുറകിലാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് വി.ഡി. സതീശൻ കഴിഞ്ഞാൽ പിന്നെ പിന്തുണ ലഭിക്കുന്ന ഒരാൾ ഡോക്ടർ ശശി തരൂരാണ് എന്നുള്ളതും ഈ സർവേയിൽ നിന്ന് വ്യക്തമാണ്. NDTV നമുക്കറിയാം ദേശീയ മാധ്യമമാണ്. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന സാഹചര്യത്തിലല്ല ഇപ്പോഴവർ ഉള്ളത്. നേരത്തെ അവർ പ്രണബ് റോയി അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന കാലത്ത് തീർച്ചയായിട്ടും അവർ ഇടതുപക്ഷ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഏറെക്കുറെ നിഷ്പക്ഷമായി വാർത്തകൾ കൊടുക്കാനും വാർത്താ വിശകലനങ്ങൾ നടത്താനും NDTV തയ്യാറായിരിക്കുന്നു. ആ വ്യത്യാസം നമുക്ക് ഈ സർവേയിലും കാണാം. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് LDFിനെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമല്ല. അത് അവരുടെ അടിവേരിളക്കാൻ പര്യാപ്തമായ ഒന്നാണെന്ന് ഈ സർവേ സൂചിപ്പിക്കുന്നു. UDFിന് അങ്ങനെ UDFിന് അനുകൂലമാണ് സാഹചര്യം. പക്ഷേ വലിയ ജനപിന്തുണ UDFിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന കേരളത്തിൽ ഒരു തൂക്കുസഭ വന്നേക്കാം. BJPയുടെ നിലപാട് നിർണായകമാകാം. BJPക്ക് ഒരു 10 സീറ്റ് കിട്ടുകയും 2 പേർക്കും കൃത്യമായ ഒരു കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിമുടിയുള്ള മാറ്റമാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ അടിമുടി മാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ്, വോട്ടർമാരാണ് കേരളത്തിൽ ഉള്ളത് എന്ന സൂചന കൂടി ഈ വോട്ട് വൈബ് സർവേ പങ്കുവയ്ക്കുന്നുണ്ട്. NDTVയുടെ ആ സർവേക്കുള്ള മാനദണ്ഡങ്ങളും അതിൻ്റെ ചോദ്യങ്ങളും ഒന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതൊക്കെ പുറത്തു വന്നാൽ ഒരുപക്ഷെ കൂടുതൽ ആഴത്തിൽ നമുക്കിത് വിശകലനം ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ലഭ്യമായ സൂചനകൾ വെച്ച് UDFിന് അനുകൂലമാണെങ്കിലും ഈസി വാക്ക് ഓവർ അല്ല. LDFിന് അനുകൂലമല്ല എങ്കിലും ഒരു സമ്പൂർണ്ണ പരാജയം LDFിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും നൽകുന്നു. മറിച്ച് അവിടേക്ക് ഒരു മൂന്നാം കക്ഷിയായി BJP പതുക്കെ നടന്നു കയറുന്ന ഒരു കാഴ്ചയും ഈ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സർവേ ഫലങ്ങൾ പുറത്തു വരാനുണ്ട്. ഇവയെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സത്യം തള്ളിക്കളയാവുന്നതല്ല.